ഈ സമ്മർ സീസൺ പതിയെ ഇനി മഴക്കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ട കെയറുകൾ. ഹായ്, ഞാൻ ഡോക്ടർ ജെമിമ, കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റാണ്. അതായത് പലപ്പോഴും ഈ മഴക്കാലം തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പോൾ വേർപ്പെല്ലാം കുറവാണ്, അപ്പോൾ സെയിം ഡ്രസ്സുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. ഇനി അതല്ലെങ്കിൽ യൂസ് ചെയ്ത ഡ്രസ്സുകൾ പോലും അലക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിലത്ത് നമുക്ക് ഉണക്കാൻ സാധിച്ചില്ലെന്ന് വരാം. വീടിനകത്ത് നമ്മൾ ഇൻഡോറായിട്ട് തന്നെ ആ ഈർപ്പത്തിൽ തന്നെ നമ്മുടെ ഡ്രസ്സുകൾ ഉണങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷൻസിൽ കൂടുതലായിട്ട് ഒ പിയിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ. എങ്ങനെയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് വരുന്നത്? ചിലരെല്ലാം വട്ടച്ചൊറി എന്ന രീതിയിൽ കാണുന്നു. അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഫാർമസി ചെല്ലുന്നു, ഏതെങ്കിലും ഒരു വട്ടച്ചൊറിക്കുള്ള ക്രീം അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം ഇട്ട് കഴിയുമ്പോഴേക്കും ക്രീം ഇട്ട് ആ ഫുൾ റാഷ് പോകുന്നു. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ഈ സെയിം റാഷ് റിപ്പീറ്റായി വരുന്നു. എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി ഇയർലി സ്റ്റാർട്ട് ചെയ്യുക. പലപ്പോഴും നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന ക്രീമുകളിൽ സ്റ്റിറോയിഡ് പോലത്തെ കണ്ടൻസ് ഉണ്ടാവാം. അത് ആദ്യമായി നമുക്ക് സ്കിന്നിൽ വരുന്ന ആ ഒരു ചേഞ്ചിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഫംഗസിനെ അവർ പൂർണ്ണമായി റിമൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ സ്റ്റിറോയിഡ് ക്രീം നിർത്തുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ഇൻഫെക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷന് ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ആൻറ്റി ഫംഗൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ഇനി അതുപോലെ തന്നെ മഴക്കാലത്ത് കാണുന്ന അടുത്തൊരു കണ്ടീഷനാണ് നമുക്ക് കാലുകളെല്ലാം വിണ്ട് കയറി സ്കിന്നെല്ലാം ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷൻ. അതിൽ നമ്മൾ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാല് വിണ്ട് കീറുന്നതിനും നമുക്കിതുപോലെ തന്നെ നമുക്ക് ഫുഡ് ക്രീംസ് ഉണ്ട്. ഫുഡ് ക്രീംസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒക്ലൂസീവായിട്ട് കവേർഡ് ആയിട്ടുള്ള ഷൂസുകൾ കഴിയുന്നതും കുറച്ച് എയറേറ്റ് ചെയ്ത് വെന്റിലേഷൻ ഉള്ള ഏരിയയിൽ വെച്ച് അതിനൊന്ന് ഉണക്കിയതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവഴി നമുക്ക് കാലിൻ്റെ വിണ്ട് കീറലും കാലിനും നഖത്തിനും ഇടയിൽ വരുന്ന ഇൻഫെക്ഷൻസ് തടയാനും സാധിക്കും. Future is Hospital. Health is happiness.